ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നലെ ഗാന്ധിജിയുടെ അജേയതയുടെ പ്രതീകം എന്നുള്ള പാഠം ഇന്നലെ കുറച്ച് അവസാനിച്ച് കഴിഞ്ഞു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതിനകത്ത് പഠന പ്രവർത്തനങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഒരു പിടി ഉപ്പ് എടുത്ത് വെച്ചിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ ഉപ്പ് അല്ലേ, ഇത് മുഷ്ടിക്കുള്ളിലെ സത്യഗ്രഹിയുടെ മുഷ്ടിക്കുള്ളിലെ ഈ ഒരുപിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ് അല്ലേ. ഉപ്പ് പിടിച്ചിരിക്കുന്ന ഈ മുഷ്ടി നിങ്ങൾക്ക് തകർത്തേക്കാം അല്ലേ. ഇവിടെ നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അന്ന് ഇന്ത്യയിലുള്ള ആളുകളല്ല, അന്ന് ഇന്ത്യയെ വന്ന് ഭരിച്ചിരുന്ന ആളുകളോടാണ്. ഒരുപക്ഷെ ഈ മുഷ്ടി തകർന്നേക്കാം എന്നിരുന്നു, അതായത് ആ പിടിച്ചിരിക്കുന്ന ആളുടെ ജീവൻ പോയേക്കാം, എന്നാലും ഈ ഉപ്പ് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അല്ലേ. ഒരുപാട് പേര് രക്തസാക്ഷികളായാലും ഈ ഉപ്പ് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഇത് ഞങ്ങളുടെ ശക്തിയുടെ പ്രതീകമാണ് എന്ന് പറഞ്ഞ് ഗാന്ധിജി അതിനെ വളരെ ശക്തിയായിട്ട് ഉപ്പ് സത്യാഗ്രഹത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു. ഇതേ ഉപ്പ് സത്യാഗ്രഹം, ഉപ്പിൻ്റെ നികുതി ഏർപ്പെടുത്തിയതിനെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമരമുറ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഗാന്ധിജിയുടെ വാക്കുകൾ അവസാനം പാഴ്വാക്കായില്ല. കൈപ്പത്തിക്കുള്ളിലെ ഒരുപിടി ഉപ്പ് സംരക്ഷിക്കാൻ വേണ്ടി അഭിമാനിയായ ഇന്ത്യക്കാരൻ പോലീസിന് തച്ച് തകർക്കാൻ തലമണ്ട നീട്ടിക്കൊടുത്തു, വെടിവെക്കാൻ വിരിമാറ് കാട്ടി, എല്ലാം സഹിച്ചുകൊണ്ട് തന്നെ നിന്നു. മർദ്ദനമേറ്റ് ബോധമില്ലാതെ നിലംപതിക്കുമ്പോഴും ഉപ്പിൻതരികൾ ചിതറിപ്പോകാതിരിക്കാൻ മുഷ്ടി നെഞ്ചോട് അമർത്തിപ്പിടിച്ചു. ഒത്തിരി സഹിച്ചില്ലേ ആ ശരീരം. എന്നിട്ടും അദ്ദേഹം കൈ മുഷ്ടിക്കുള്ളിലെ ഉപ്പ് വിട്ടുകൊടുത്തില്ല. സ്വാതന്ത്ര്യ സമരഭടന്റെ മുഷ്ടിക്കുള്ളിലെ ഉപ്പ് അജയ്യതയുടെ പ്രതീകമായി മാറി. അതവർ നേടിയെടുത്തു. ദണ്ഡിയാത്രയും ഉപ്പ് സത്യാഗ്രഹവും അവർ കഷ്ടപ്പെട്ടായാലും ഒരുപാട് അനുയായികൾ ഇങ്ങനെ നിൽക്കുമ്പോഴും ഗാന്ധിജി സ്വയം ഏറ്റെടുത്ത് അത് നടപ്പിലാക്കിയെന്നാണ് പാഠത്തിൽ പറയുന്നത്. കെ തായാട്ട് എഴുതിയ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്നാൽ സ്വാതന്ത്ര്യത്തിലേക്ക് അടുക്കുന്ന ഓരോരോ സംഭവങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ഒരുപാട് സമരങ്ങൾ, ഒരുപാട് സഹനത്തിൻ്റെ സമയങ്ങളും കഴിഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഓരോന്നായി നാം ചങ്ങലക്കണ്ണികൾ പൊട്ടിച്ച് കഥ എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഭാഗമായിരുന്നു ഈ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെത്. കെ തായാട്ട് എന്ന എഴുത്തുകാരൻ്റേത്. ഓക്കെ കൂട്ടുകാരിനി ഇവിടെ പഠന പ്രവർത്തനങ്ങളാണ്. യാത്രയ്ക്കൊരുങ്ങിയ ഗാന്ധിജിയുടെ വാഗ്മയ ചിത്രം പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി സ്വന്തം വാക്യത്തിൽ, അതായത് ഈ പാഠത്തിൽ പറഞ്ഞിരിപ്പുണ്ട്. നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാനത് ഇട്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇനിയും യാത്രാ സംഘത്തെ ഗ്രാമീണർ എങ്ങനെയാണ് വരവേറ്റത്? അത് വാദ്യമേളങ്ങളും ഒക്കെ, അത് അതിൻ്റെ ആൻസർ കൊടുക്കാം. സ്വാതന്ത്ര്യ സമര ഭടന്റെ മുഷ്ടിക്കുള്ളിൽ ഉപ്പ് അജയ്യതയുടെ പ്രതീകമായി മാറി എങ്ങനെ? അതും ഒരു ചോദ്യോത്തരമായിട്ട് വേണമെങ്കിൽ നമുക്ക് അത് കണക്കാക്കാം. പിന്നെ നിശ്ചല ദൃശ്യം എന്നൊരു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദണ്ഡിയാത്രയുടെ നിശ്ചല ദൃശ്യം സംഘങ്ങളായി അവതരിപ്പിക്കുക, പരസ്പരം വിലയിരുത്തുമല്ലോ. ക്ലാസ് പ്രവർത്തനങ്ങളാണ്. സ്കൂളിൽ എന്തെങ്കിലും വാർഷികമൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് ടാബ്ലോ ആയിട്ടോ, അതായത് ഫാൻസി ഡ്രസ്സൊക്കെ ആയിട്ടൊക്കെ അവതരിപ്പിക്കാവുന്ന ഒരു രംഗമാണത്. ഇനി വേർതിരിച്ചത് ജയഘോഷം, ഇതിനെ വേർതിരിച്ചെഴുതാം എന്നൊക്കെയുള്ള ഹെഡിങ് ഇപ്പോഴാണ്. പണ്ട് ഇങ്ങനല്ല, വിഗ്രഹിക്കുക എന്നാണ് അതിന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറൊന്ന് 2 പദമാക്കുക എന്ന് പണ്ട് ഇപ്പം തരും. പക്ഷെ പണ്ട് അതിനെ പിരിച്ചെഴുത്ത് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ജയഘോഷം, ജയത്തിൻ്റെ ഘോഷം. സത്യഗ്രഹം, സത്യത്തിനോടുള്ള ആഗ്രഹം. രക്തസാക്ഷി ദിനം, അങ്ങനെ ഓരോന്നും ഇതിന് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. ദൃഢനിശ്ചയം, അതിൻ്റെ എല്ലാം ഈ വീഡിയോയിൽ തന്നെ ആൻസർ കൊടുക്കുന്നതായിരിക്കും. ഇനി ലഘുനാടക രചന, ഉപ്പു സത്യാഗ്രഹത്തിലെ സംഭവങ്ങൾ ഉൾപ്പെടുത്തി ലഘുനാടകം. നമുക്ക് ഈ ഉപ്പു സത്യാഗ്രഹ ഡേറ്റിലൊക്കെ ഇത് നടത്താവുന്നതേ ഉള്ളൂ. ആ ഒരു സംഭവത്തിനെ നമ്മളൊരു സ്കിറ്റായിട്ട് അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ സ്കൂളുകളിൽ ചെറു സംഘങ്ങളായിട്ട് തിരിഞ്ഞ്. ഇനി ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറഞ്ഞ തയ്യാട്ടിൻ്റെ ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയിരുന്ന കേളപ്പജിയായിരുന്നു. അന്ന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പജിയായിരുന്നു നമ്മുടെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. കേരള ഗാന്ധി എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ദണ്ഡിയാത്രയുടെ മാതൃകയിലാണ് കേളപ്പജി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. പയ്യന്നൂരായിരുന്നു കേരളത്തിൽ ദണ്ഡിയാത്രയ്ക്ക് സമാനമായ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഇടം പയ്യന്നൂരായിരുന്നു. കേളപ്പജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. നാളത്തെ വീഡിയോയിൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചൊരു കുറിപ്പ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം ഇവിടെ എടുത്തു പറയാൻ അത് വിട്ടുപോയി. അതായത് അദ്ദേഹം എല്ലാ എതിർപ്പുകളും സഹിക്കുമ്പോഴും അദ്ദേഹം മുഷ്ടിക്കുള്ളിൽ ഒരു പിടി ഉപ്പുണ്ടായിരുന്നത് ചിതറാതെ ശ്രദ്ധിച്ചു. അപ്പോൾ അവിടെ വേറൊരു പോയിന്റ് ഉണ്ടെന്നറിയോ? അദ്ദേഹം ആദ്യമേ പറഞ്ഞിരുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. സ്നേഹം ചിതറിപ്പോകാതിരിക്കുക എന്നൊരു പോയിന്റ് അവിടെ ഉണ്ട്. കാര്യം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു എന്താ പറയുക ഒരു ഉപായം
അന്ന് ബ്രിട്ടീഷുകാർ പരിശ്രമിച്ചിരുന്നു ഭിന്നിപ്പിക്കുക. അത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കുക, എന്നിട്ട് അവരോട് പിന്നെ യുദ്ധം ചെയ്ത് പിന്നെ നമ്മുടെ ഇന്ത്യക്കാരെ തോൽപ്പിക്കുക. അങ്ങനെ അതായത് ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതിനു വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ, അത് പല ലഹളകൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് വേണമെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് ചേർക്കാം. കൂട്ടുകാരെ, ചില ചോദ്യോത്തരങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ബാക്കി അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും